ലോക്സഭാ തിരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടം പിന്നിട്ടിരിക്കുകയാണ്. കൂട്ടലും കിഴിക്കലുമായി മുന്നണികൾ മുന്നോട്ടു പോകുമ്പോൾ 400 സീറ്റ് നേടി തുടർഭരണം സാധ്യമാക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP മുന്നോട്ടു പോകുന്നത്. എന്നാൽ BJPയുടെ ചങ്കിൽ കുത്തുന്ന സർവേ ഫലങ്ങളാണിപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ 2 തവണയും BJPക്ക് ലഭിച്ച സ്വീകാര്യത ഇത്തവണ ലഭിക്കില്ലെന്ന വിശകലനം ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് ഫലം കൃത്യമായി പ്രവചിക്കുന്നതിൽ പ്രശസ്തമായ ഫ്ലോഡി സത്ത ബസാർ BJPക്ക് തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിടുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ്. കാലാവസ്ഥ മുതൽ രാഷ്ട്രീയം വരെ രഹസ്യമായി വാതുവയ്പ് നടക്കുന്ന മാർക്കറ്റ് എന്നാണ് ഫ്ലോഡി സത്ത ബസാർ അറിയപ്പെടുന്നത് തന്നെ. 543 അംഗ ലോക്സഭയിൽ 400-ലധികം സീറ്റുകൾ നേടുമെന്നാണ് BJPയുടെ അവകാശവാദം. എന്നാൽ പാർട്ടി ഈ നമ്പറിൽ നിന്ന് താഴേക്ക് കൂപ്പുകുത്തുമെന്ന് ഫ്ലോഡി സത്ത ബസാർ പ്രവചിക്കുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇതുവരെ 5 ഘട്ടങ്ങളിലായി നടന്ന പോളിംഗ് ശതമാനത്തിൽ രേഖപ്പെടുത്തിയ ഇടിവ് കണക്കിലെടുത്താണ് ഈ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. 2019 തിരഞ്ഞെടുപ്പിൽ BJP നേടിയ 303 സീറ്റുകളിൽ നിന്ന് ഇത്തവണ കുറവ് സീറ്റുകൾ മാത്രമേ വിജയിക്കാനാവുകയുള്ളൂ എന്നാണ് ഫ്ലോഡി സത്ത ബസാർ വാദിക്കുന്നത്. 4ാം ഘട്ട തിരഞ്ഞെടുപ്പിന് മുമ്പ് BJPക്ക് 307 മുതൽ 310 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് കണക്ക് കൂട്ടിയിരുന്നു. ഇപ്പോൾ പറയുന്നത് BJPക്ക് 296 മുതൽ 300 വരെയും അവർ നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിന് 329 മുതൽ 332 സീറ്റ് വരെയും കിട്ടാനുള്ള സാഹചര്യമാണുള്ളതെന്നാണ്. അതേസമയം പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ബ്ലോക്കിനും കാര്യമായ പുരോഗതി ഉണ്ടാകില്ലെന്ന് പറയുന്നു. കോൺഗ്രസിന് 58 മുതൽ 62 വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രവചിക്കുന്നത്. കോൺഗ്രസിന് അനുകൂലമായ മണ്ഡലങ്ങളിൽ പോലും വിധി വിപരീതമാകും. ഈ പ്രവചനങ്ങൾ അനുസരിച്ച് ഏകദേശം 10 സീറ്റുകൾ മാത്രമേ ലഭിക്കൂ. 26 സീറ്റുകളിലും വിജയിക്കുന്ന BJP ഗുജറാത്ത് തൂത്തുവാരാനാണ് സാധ്യത. മധ്യപ്രദേശിലെ 29 സീറ്റുകളിൽ BJP 27 മുതൽ 28 സീറ്റുകൾ നേടുമെന്നാണ് പ്രതീക്ഷ. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 28 സീറ്റുകൾ നേടിയിരുന്നു. രാജസ്ഥാനിലെ ഫലം BJPയെ നിരാശരാക്കാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ 25 സീറ്റുകളിൽ 18 മുതൽ 20 സീറ്റുകൾ മാത്രമാണ് BJPക്ക് പ്രവചിക്കുന്നത്. അതായത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നേടിയ 24 സീറ്റുകളിൽ നിന്ന് ഗണ്യമായ ഇടിവ്. ഒഡീഷയിലെ 21 സീറ്റുകളിൽ BJP 11 മുതൽ 12 സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ 8 സീറ്റുകളിൽ നിന്ന് പാർട്ടി തങ്ങളുടെ നില മെച്ചപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. 2019 തിരഞ്ഞെടുപ്പിൽ BJP 2 സീറ്റുകളാണ് പഞ്ചാബിൽ നേടിയത്. നില ഇതേ ഗതിയിൽ തുടരുമെന്നും മെച്ചപ്പെടില്ലെന്നുമാണ് പ്രവചനം. അയൽ സംസ്ഥാനമായ ഹരിയാനയിൽ 2019 10 സീറ്റുകൾ നേടിയപ്പോൾ ഇത്തവണ 5 മുതൽ 6 സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നാണ് വിലയിരുത്തൽ. 17 സീറ്റുകളിൽ 4 നേടിയ പാർട്ടി ഇത്തവണ 5 മുതൽ 6 സീറ്റുകൾ തെലങ്കാനയിൽ നിലനിർത്തുമെന്നാണ് വാതുവെപ്പ് വിപണി പ്രവചിക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ പാർട്ടി ആധിപത്യം നിലനിർത്താനാണ് സാധ്യത. ഉത്തരാഖണ്ഡിലെ 5 സീറ്റുകളിലും സമാനമായ മുന്നേറ്റം BJPക്ക് പ്രവചിക്കപ്പെടുന്നു. ഛത്തീസ്ഗഡിലെ 11 സീറ്റുകളിൽ പാർട്ടി 10 മുതൽ 11 സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം. 2019 തിരഞ്ഞെടുപ്പിൽ 9 സീറ്റുകൾ നേടിയിരുന്നു. ഫ്ലോഡി സത്ത ബസാർ ഇതുവരെ 180 കോടി രൂപയുടെ വാതുവയ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാനത്തോടെ ഈ കണക്ക് 300 കോടിയായി ഉയരുമെന്നാണ് പറയുന്നത്.